ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹിക്കം രണ്ടാം ഭാഗം 82-ാം പേജ്. വമൻ അലിമ അന്നൽ ഉമൂറ ബിയദില്ലാഹി ഇൻജമഅ ബിത്തവക്കുലി അലൈഹി. മാഷാ അല്ലാഹ്. വമൻ അലിമ, ഒരാൾ കൃത്യമായി മനസ്സിലാക്കി എന്ത്? അന്നൽ ഉമൂറ ബിയദില്ല, ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ബിയദില്ലാഹി, അള്ളാഹുവിൻ്റെ അധികാരത്തിലാണ്. മരണം, ജനനം, അപകടങ്ങൾ, ആഫത്തുകൾ, ഉരുൾപൊട്ടൽ, ഭൂചലനങ്ങൾ, വരൾച്ച, ക്ഷേമം, എന്തൊക്കെയുണ്ടോ ഇതെല്ലാം അള്ളാഹുവിൻ്റെ അധികാരത്തിലാണെന്ന് ഒരാൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണെന്ന് ഒരാൾ ഉറപ്പിച്ചാൽ, ഇൻജമഅ ഖൽബുഹു അലൈഹി, അവൻ്റെ ഖൽബ് അള്ളാഹുവിൻ്റെ മേൽ ഒരുമിച്ച് കൂടും. അള്ളാഹു എന്ന ചിന്തയിൽ മാത്രമായിരിക്കും. എങ്ങനെയാണ്? ബി തവക്കുലി അലൈഹി, അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കലുണ്ട്. അത് ഞമ്മക്കണ്ട് യഖീനാണ് പറഞ്ഞാൽ പോരാ. എല്ലാം അള്ളാഹുവാണ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമുക്ക് ശരിക്കാണ്ട് ബോധ്യമാവണം. പിന്നെ ആര് മരിച്ചാലെന്താ, ആര് ജനിച്ചാലെന്താ, അതൊക്കെ അള്ളാഹുവിൻ്റെ അധികാരത്തിലാണ്. കണ്ണീരൊക്കെ വരുവാകെ ശരിയാണ്. അവിടെ ഉറപ്പിക്കുക, എൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ്. വലാ റാദ്ദ ലിമാ ഖളൈത. മാഷാ അല്ലാഹ്. ഐ തവക്കല അലൈഹി, ഇവൻ അള്ളാഹുവിൻ്റെ മേൽ എല്ലാം ഏൽപ്പിക്കും. എന്തിലൊക്കെ? ഫി തൈസീരി അംരിഹി, ഇവൻ്റെ കാര്യങ്ങളൊക്കെ ലളിതമാക്കുന്നതിൽ. ലളിതമാക്കുന്നവൻ അള്ളാഹുവാണ്. പിന്നെ എളുപ്പമാക്കുക, അള്ളാഹുവിൻ്റെ ഹളറത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പാക്കി തരിക. ഇതൊക്കെ അള്ളാഹുവാണ്. ഫഇന്ന ദാലിക ലാ യകൂനു ഇല്ലാ മിൻഹു സുബ്ഹാന, അതൊക്കെ അള്ളാഹുവിൽ നിന്ന് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ലിഅന്നൽ ഉമൂറ കുല്ലഹാ ബിയദിഹി, എല്ലാം അള്ളാഹുവിലാണ്. വലൈസ ലിൽ അബ്ദി മദ്ഖലുൻ ഫീഹാ, അതിലൊന്നും വരും യഥാർത്ഥ മദ്ഖൽ കസ്ബ് ഇഖ്തിയാറൊക്കെ ഉണ്ട്. അതോടുകൂടെ യഥാർത്ഥ മദ്ഖൽ ഞമ്മക്കതിലൊന്നുമില്ല. ഇങ്ങനെയുണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ടെൻഷനൊന്നും വേണ്ട. ഒക്കെ എൻ്റെ റബ്ബിൻ്റെ തീരുമാനം, എൻ്റെ റബ്ബിൻ്റെ തീരുമാനം. അവൻ്റെ തീരുമാനമൊക്കെ നടക്കന്നെ ചെയ്യും. നമ്മൾ നോച്ചിട്ടും കാര്യമില്ല. ഏത് തീരുമാനം വന്നാലും അത് നടപ്പായി കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ ക്ഷമിക്കുക, പൊറുക്കുക, സന്തോഷിക്കുക. എൻ്റെ റബ്ബിൻ്റെ തീരുമാനം, ആ തീരുമാനത്തിൽ സന്തോഷിക്കുക. തീരുമാനം അള്ളാഹുവിൽ നിന്നാണ്, ആ വിഷയത്തിലല്ല. മാഷാ അല്ലാഹ്. അപ്പോൾ ഞമ്മക്കൊന്നും അങ്ങനെ യക്കീനായില്ലേ? യക്കീനാവാത്ത ഒരു ചേലും കോല നമ്മളെ കണ്ടാൽ, ഇപ്പോൾ പിന്നെ നമ്മളെ മക്കളെ കയ്യിൽ നിന്നൊക്കെ ഒരു ഗ്ലാസ് വീണ് പൊട്ടി. അപ്പം അന്തല്ലാത്ത വാപ്പാരൊക്കെ എന്താവും? തെദീബൊക്കെ വേണം, ഭയങ്കര ശകാരായിരിക്കും. പക്ഷെ റബ്ബിൻ്റെ തീരുമാനമല്ലേ, ഈ കുട്ടിൻ്റെ കയ്യിൽ വെച്ച് ഇന്നാം ദിവസം ഇന്നാം ഡേറ്റിൽ ഈ ഗ്ലാസ് ചാടി പൊട്ടും. അല്ലാഹ്. അപ്പം അള്ളാഹുവിൻ്റെ അധികാരത്തിലാണല്ലോ. അല്ലാഹു തആല ഈ ഒരു ബോധത്തോടു കൂടെ നമുക്ക് ജീവിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹ്.